വീണ്ടും സ്വാഗതം തിരുവഴുത്തിലൂടെ എന്ന വേദ പഠന ഭാഗത്തിലേക്ക്. നാം ഇതിനു മുൻപത്തെ എപ്പിസോഡ് ശ്രദ്ധിച്ചത് നോഹയും കുടുംബവുമായിരുന്നല്ലോ. അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടന്നു വരികയാണ്. നിങ്ങളെയും ശ്രദ്ധയെ തിരിക്കുന്നു. അപ്പം നോഹയും കുടുംബത്തിൻ്റെ ജനനവും ദൈവം കൊടുത്ത ഉത്തരവാദിത്തങ്ങളും നിങ്ങളോട് ധാർമ്മിക, മാനസിക, സാംസ്കാരിക ജീവിതത്തിൽ വന്ന മ്ലേച്ഛതകളും പാവങ്ങളൊക്കെ ലോത്തിന്റെ കാലഘട്ടം പോലെയും നോഹയുടെ കാലഘട്ടം പോലെയും എന്ന് തിരുവഴുത്ത് ഓർപ്പിക്കുന്നുണ്ട്. അപ്പം രണ്ട് വ്യത്യസ്തമായ കാലഘട്ടമായിരുന്നുവെങ്കിലും അബ്രഹാമിന്റെ സഹോദരന്റെ മകനായ ലോത്തും പിൽക്കാലത്തും നോഹയുടെ കാലഘട്ടത്തിലും ദൈവം നോക്കുമ്പോൾ നീയും കുടുംബം ഒഴിച്ച് ബാക്കിയെല്ലാം അധാർമികമായി പരാജയപ്പെട്ടു, മ്ലേച്ഛത പ്രവർത്തിച്ചു, ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദുഃഖം തോന്നുന്നു എന്ന് പരിതപിക്കുന്ന ദൈവമാണ് നൂഹ് എന്ന ആശ്വാസം എന്ന് കംഫർട്ടായിരിക്കുന്ന പേരുള്ള അല്ലെങ്കിൽ ആശ്വാസപ്രദനായിരിക്കുന്ന നോഹയെ ദൈവം വിളിക്കുന്നത്. ഇവർ രണ്ടു കൂട്ടരുടെയും ഇതാണ്. ഒന്ന്, അവർ സത്യദൈവത്തെ അറിഞ്ഞില്ല. നോഹയുടെ കാലത്തും ലോത്തിന്റെ കാലഘട്ടത്തിൽ പിന്നെയും സാംസ്കാരികമായും അന്നത്തെ നിലയിൽ ഔന്നിത്യം വന്ന ഒരു തലമുറയാണ് ലോത്തിന്റെ കാലഘട്ടം. നൂറ്റാണ്ടുകൾക്ക് വ്യത്യാസമുണ്ട്. അവർ സത്യദൈവത്തെ അറിഞ്ഞില്ല. രണ്ട്, സ്വവർഗരതി, ഹോമോസെക്ഷലിസം ആദ്യ കുറിക്കുന്ന പാഠഭാഗം ഈ സോദോം ഗൊമോറയുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ തന്നെ ലെസ്ബിയനിസം ഉണ്ട്. സ്ത്രീയുമായി അധാർമികമായി ഇടപെടുന്നതാണ് ലെസ്ബിയനിസം. ഹോമോ എന്ന ഗ്രീക്കിന് ഒന്ന്, ഒരേ വർഗം, ഒരേ ഇതെന്നാണ്. ഹോമോ ആണുമായി അധാർമികമായ ലൈംഗിക പ്രകൃതി വിരുദ്ധ ഭോഗമാണ് ഹോമോ, മറ്റത് ലെസ്ബിയനിസം. എനിവേ, ഇതായിരുന്നു ഈ രണ്ടു കാര്യം. ദൈവത്തെ അറിഞ്ഞില്ല, പിന്നെ സ്വവർഗരതി. എന്നാൽ ഇപ്പോഴത്തെ നിലവാരത്തിൽ നോക്കുമ്പോൾ അവിടുത്തെ പാപപ്രവൃത്തികൾ കുറവായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ആധുനിക ലോക മനുഷ്യന്റെ, എന്നാൽ ലോക ചരിത്രത്തിൽ അന്വേഷിച്ച് നോക്കിയാൽ ജൂലിയസ് സീസർ ഉൾപ്പെടെയുള്ള പ്രമുഖരായ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉന്നതന്മാർ, അവർ സൈന്യവുമായി സഞ്ചരിച്ചപ്പോൾ ഇവരൊക്കെ ലഹരിക്കും ഹോമോസെക്ഷലിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെയായി പരാമർശിക്കപ്പെട്ട ചരിത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ലോത്തിന്റെ കാലവും നോഹയുടെ കാലഘട്ടവും പാപമായിരുന്നു എന്ന് വിശുദ്ധ ബൈബിൾ ഓർപ്പിക്കുമ്പോൾ ആധുനിക കാലഘട്ടം ഈ മ്ലേച്ഛതയുടെ എല്ലാം 100 ഇരട്ടി 1000 ഇരട്ടി അല്ലേ? അങ്ങനെയെങ്കിൽ ഇന്നത്തെ തലമുറയോട് ദൈവം എന്ത് ചെയ്യും? ബില്ലി ഗ്രഹാം ഒരിക്കൽ അമേരിക്കയിൽ വെച്ച് പ്രസംഗിച്ചു, ദൈവം അമേരിക്കയെ ശിക്ഷിച്ചില്ലെങ്കിൽ സോദോം ഗൊമോറയുടെ മാപ്പ് പറയേണ്ടി വരുമെങ്കിൽ ആധുനിക കാലത്തെ ക്രൈസ്തവ നേതൃത്വങ്ങളും വിശ്വാസികളും ആടും ഇടയനും ഒക്കെ എല്ലാ സഭാവിഭാഗങ്ങളും മ്ലേച്ഛതയിൽ ആണ്ടിരിക്കുമ്പോൾ പാപം എന്നൊരു കൺസെപ്റ്റേ ഇല്ലാതായി, വ്യഭിചാരം ഒരു ആസ് യൂഷ്വലായി, സെക്സ് എഡ്യൂക്കേഷൻ ആവശ്യമാണെങ്കിലും പറയട്ടെ, ഇന്ന് ഇതിനൊന്നും ഒരു കൺട്രോൾ ഇല്ല. ഈ രാജ്യത്തെ നിയമമാകട്ടെ മതങ്ങളുടെ നിയമമാകട്ടെ ഒന്നും തന്നെ ഇതിന് അത് അനുകൂലമായി പോകുമ്പോൾ, വേലി തന്നെ വിളവ് തിന്നുമ്പോൾ ആരോടാ ചോദിക്കുക? ഭരണകൂടങ്ങൾ തിന്മ ചെയ്യുമ്പോൾ ജനത്തിന് എവിടെ നീതി കിട്ടുക? ജനത്തിന് നീതി നടത്തേണ്ട പോലീസുകാരും കോടതിയും നീതികേട് ചെയ്യുമ്പോൾ ജനത്തിന് എവിടുന്നാണ് നീതി കിട്ടുക? അതുകൊണ്ടാണ് ദൈവം നീതിഷ്ഠനായ ഒരാളെ കണ്ടിട്ട് ഈ തിന്മ പ്രവർത്തിച്ചവരെ നശിപ്പിക്കാനാണ് ദൈവം നോഹയെ വിളിച്ചത്. അതിനാൽ വരാൻ പോകുന്ന അനർത്ഥം അല്ലെങ്കിൽ ന്യായവിധിയെക്കുറിച്ച് നോഹ പൊതുജനത്തോട് പറയാൻ സാധ്യതയില്ല. അഥവാ ദൈവം അങ്ങനെ നോഹയോട് പറഞ്ഞുവെങ്കിൽ 7:1 പറയുന്ന വാക്യത്തിന് എന്താണ് പ്രസക്തിയുള്ളത്? മാത്രമല്ല, ദൈവം വാക്ക് മാറ്റി പറയുന്നവനെന്ന് നമുക്കും പറയേണ്ടി വരും. കാരണം 7:1 പറയുന്നത് നീയും നിന്റെ ഭാര്യയും നിന്റെ പുത്രന്മാരും അവരുടെ ഭാര്യമാരും എടുത്തു പറയാൻ കാരണം, ഈ നോഹയുടെ മാതാപിതാക്കളും അദ്ദേഹത്തിന്റെ സഹോദരന്മാരും സഹോദരിമാരും ഭാര്യയുടെ റിലേറ്റീവ്സ്, മക്കളുടെ ഭാര്യമാരുടെ റിലേറ്റീവ്സ്, സ്നേഹിതന്മാര്, ഇങ്ങനൊക്കെയായി കുറച്ചു പേരെയെങ്കിലും അവരുടെ സിമ്പതറ്റിക്കൽ വ്യൂവിൽ നിത്യമായി നശിച്ച്
മഴ എന്താണെന്ന് വെള്ളപ്പൊക്കമെന്ന് അറിയില്ലെങ്കിലും എന്തോ ഒരു അനർത്ഥം വരുന്നു എന്ന് ബോധ്യമായ നോഹയ്ക്ക് വേണമെങ്കിൽ ഇവരെയൊക്കെ ദൈവം അറിയാതൊക്കെ പെട്ടകത്തിൽ എവിടെയെങ്കിലും ഒളിപ്പിക്കാമായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, നീയും നിന്റെ ഭാര്യയും നിന്റെ പുത്രന്മാർ അവിടെ ഭാര്യമാർ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ. 8 പേർ മാത്രമാണ് പെട്ടകത്തിൽ വന്നത്. അങ്ങനെയെങ്കിൽ ദൈവം ആ തലമുറയിൽ നീതിമാനായി കണ്ട് ബാക്കിയുള്ളവരെല്ലാം ന്യായം വിധിക്കൂ എന്ന് പറഞ്ഞ് നീളവീതി ആഴവരും പറഞ്ഞ് കൃത്യമായി പണിയിപ്പിച്ചിട്ട് നോഹ ഉപദേശി അവിടുത്തെ അന്നത്തെ ജനത്തിനോട് സുവിശേഷം പറഞ്ഞു പറഞ്ഞാൽ എന്തർത്ഥമാണെന്ന്? ഇതൊരു അസംബന്ധമല്ലേ? ഇതൊരു ബോഷ്കല്ലേ? ദൈവവചനത്തിൽ ഇല്ലാത്ത പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതാണല്ലോ ദുരുപദേശം അല്ലെങ്കിൽ കൾട്ട്. അപ്പോ 6:13-18 വരെയുള്ള പോകുന്ന വാക്യങ്ങളിൽ ദൈവം എടുത്തു പറയുന്നുണ്ട്, ഞാൻ മനുഷ്യവർഗത്തെ മുഴുവനും നശിപ്പിക്കാൻ പോകുന്നു. അവർ നിമിത്തം ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവരോടൊപ്പം ഞാൻ നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഗോഫർ മരം കൊണ്ടൊരു പെട്ടകമുണ്ടാക്കി അതിന് 3 അറകൾ പണിയണം. നീളം 483 അടി, വീതി 73 അടി, ഉയരം 44 അടി. ഗോഫർ എന്നതിന് എബ്രായ പദത്തിന് കോഫർ എന്നാണ്, അതിന് മൂടുക എന്നാണ് അർത്ഥം. ഈ പദത്തിൽ നിന്നാണ് യോങ്കിപ്പോർ അല്ലെങ്കിൽ പ്രായച്ചിത്തം എന്ന മലയാള പദം ഉണ്ടായത്. ഡേ ഓഫ് അറ്റോൺമെന്റ്. അതായത് ഒരു വിശ്വാസിയായാലും ശുശ്രൂഷകനായാലും അവന്റെ കുടുംബത്തെ വചനപ്രകാരം ശരിയായ ദിശയിൽ നടത്താൻ കഴിയാതെ ഏലിയുടെ കുടുംബത്തെ പോലെ ആയാൽ ദൈവം എങ്ങനെയാണ് ശിക്ഷിക്കാതിരിക്കുക? അവരോട് സുവിശേഷം എങ്ങനെയാ പറഞ്ഞാൽ കേൾക്കുക? ഇന്നും അതല്ലേ സംഭവം. തലമുറയെ നേടാൻ കഴിയാത്ത എന്താ? അവർ വേറെ ട്രാക്കിലൂടെയാ പോകുന്നത്. നീതി എന്താണെന്നും തിന്മ എന്താണെന്നും നന്മ എന്താണെന്നും തിരിച്ചറിയണമെങ്കിൽ നന്നായി വചനം പഠിക്കണം. മക്കളെ അവരുടെ ഇഷ്ടത്തിന് ഏലിയുടെ കുടുംബത്തിന്റെ അനർത്ഥം എന്താണെന്ന് വിശുദ്ധ ബൈബിൾ ആധികാരികമായി പറയുന്നത് ഇദ്ധരണത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. മഹാപുരോഹിതനായിരുന്നു ഏലി. ദേവാലയത്തിനുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നെങ്കിലും മക്കളെ കർക്കശമായി പറയാതെ, അതാണ് ദൈവം പേര് പറയാത്തൊരു പ്രവാചകനെ വിട്ടിട്ട് നീ ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞിട്ടും മക്കളെ ഇന്നത് ചെയ്യണമെന്ന് ഒരു എന്താ പറയുന്നത്, ഒരു ലാഷ്നെസ് ആയിട്ട് മക്കളെ നിങ്ങൾ സൂക്ഷിച്ചാൽ കൊള്ളാം കേട്ടോ, അതല്ല. കർക്കശ്യമായി പിതാവ് മക്കളെ കർക്കശ്യമായി സാമൂഹിക കാര്യങ്ങളും അതും ബൈബിൾ എഴുതിയിട്ടുണ്ട്. പിതാക്കന്മാർ പുരുഷന്മാർ നിങ്ങളുടെ കൈത്തണ്ടമേൽ വചനം കെട്ടണമെന്നും അമ്മമാർ മക്കളെ വീട്ടിൽ പഠിപ്പിക്കുമ്പോൾ പിതാക്കന്മാർ ന്യായപ്രമാണം പഠിപ്പിക്കണമെന്നൊക്കെ ബൈബിൾ എഴുതിയിട്ടുണ്ട്. ഇന്നത്തെ തലമുറ പറയട്ടെ, അപ്പൻ കർക്കശക്കാരനാണെങ്കിൽ അമ്മ മക്കളുടെ സൈഡ് പിടിക്കും. അപ്പൻ ഇങ്ങനെയൊക്കെ പറഞ്ഞോളൂ, നിങ്ങളെ വഴുകി പോകും. ഏലിയുടെ കുടുംബത്തിന് വന്ന അനർത്ഥം മറക്കരുത്, മറക്കരുത്, മറക്കരുതെന്ന് വീണ്ടും ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഇവിടുത്തെ സംഭവം ഒരു കുടുംബത്തോടല്ല, അന്ന് ജീവിച്ചിരുന്ന ഒരു ജനതയോട്, ഒരു തലമുറയെ മുഴുവനും ദൈവം നശിപ്പിക്കാൻ പോകുന്നതിന് മുമ്പേ ദൈവം തെരഞ്ഞെടുത്ത ഒരു കുടുംബത്തോട് ദൈവം നേരിട്ടല്ലാതെ ബാക്കിയുള്ളവർ ദൈവം പറഞ്ഞതിന് വിരുദ്ധമായി നോഹ നീതി പ്രസംഗി സുവിശേഷം പ്രസംഗിച്ചെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അവരുടെ ആത്മാവ് അന്ത്യന്യായവിധി അടുക്ക ചെന്നിട്ട് യഹോവേ ഇത് ന്യായമല്ല, മഴ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല, വെള്ളപ്പൊക്കം എന്താ ഞങ്ങൾക്കറിയില്ല, പെട്ടകം എന്താ ഞങ്ങൾക്കറിയില്ല, ഇത് ഇങ്ങനെ ഒരാൾ നോഹ എന്ന ഒരു ഉപദേശി വന്നവരോട് ഞങ്ങൾ ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് മാനസാന്തരം ഉണ്ടായി, രക്ഷിക്കപ്പെട്ടു, പട്ടകത്തിന്റെ അടുത്ത് വെള്ളം പൊങ്ങുന്ന കണ്ട് ഞങ്ങൾ വന്നുവെങ്കിലും യഹോവയായ ദൈവം പെട്ടകത്തിന്റെ കിളിവാതിൽ അടച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. താല്പര്യമുള്ളത് വചനം വായിച്ചു പഠിക്കുക. അങ്ങനെ പെട്ടകം പണിയിപ്പിച്ച് അവസാന വാതിൽ അടച്ചിട്ട് ഈ ഉപദേശി പോയി സുവിശേഷം പ്രസംഗിച്ചിട്ട് ആരെങ്കിലും രക്ഷിക്കപ്പെട്ടു വന്നാൽ അവരുടെ ആത്മാക്കളോട് ദൈവം എന്ത് മറുപടി പറയും? ഈ പ്രസംഗിച്ച ഉപദേശിമാർ പറയണം. കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. അതുകൊണ്ട്